ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമ്മുടെ ഓണം എക്സാമിനേഷൻ എന്താ എത്തിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 20-ാം തീയതി മുതൽ ഓഗസ്റ്റ് 29-ാം തീയതി വരെ ആയിരിക്കും ഓണം എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. ഇതിൽ നമ്മുടെ മുമ്പിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് സോഷ്യൽ സയൻസിൽ ഈ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഭയങ്കരമായ ഒരു ഡൗട്ട്ഫുൾ ആയ ക്വസ്റ്റ്യനാണ്. കാരണം പലയിടത്തും പല രീതിയിൽ മക്കളെല്ലാവരും കേട്ടിരിക്കും. സോ അതുകൊണ്ട് മക്കൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ ഓണം എക്സാമിനേഷൻ ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സുകൾ ഏതായിരിക്കുന്നല്ലേ? ഹിസ്റ്ററിയുടെ ഭാഗത്ത് നമുക്ക് ചാപ്റ്റേഴ്സുകൾ ഉണ്ടായിരിക്കുക. ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും മൂന്നാമത്തെ ചാപ്റ്ററും ആയിരിക്കും. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമാനിസം അഥവാ മാനവികത എന്ന് പറയുന്ന ചാപ്റ്റർ, അതുപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ചാപ്റ്ററും, അതുപോലെ തന്നെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യൽ ഇമാജിനേഷൻ, സാമൂഹിക വിശകലനം സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ മൂന്ന് ചാപ്റ്ററിനായിരിക്കും നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. അതേസമയം ജിയോഗ്രഫിയുടെ ഭാഗത്തുകൊണ്ട് 3 ചാപ്റ്റേഴ്സ്, അവിടെയാണ് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം വരുന്നത്. കാരണം ജിയോഗ്രഫിയിലും 3 ചാപ്റ്റേഴ്സ് ആണ്, പക്ഷെ അത് 1, 2, 3 എന്ന ഓർഡറിലല്ല. പകരം ഒന്നാമത്തെ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, മൂന്നാമത്തെ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഇല്ല. പകരം നാലാമത്തെ ചാപ്റ്ററിനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കുക. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്റർ, അവിടെ നിന്ന് ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ലൈമറ്റിക് റീജിയൻ ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറയുന്ന കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്ന് പറയുന്ന ചാപ്റ്റർ, അവിടെ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ ഇല്ല, അത് സ്കിപ്പ് ചെയ്തിട്ട് നാലാമത്തെ ചാപ്റ്റർ ശരിക്കും ജിയോഗ്രഫിയുടെ ഭാഗമല്ല, അതൊരു എക്കണോമിക്സിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ചെയ്യുന്നത് ആ ഒരു ചാപ്റ്ററിനെ അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടേത് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്ന വളരെ ഡീറ്റെയിൽഡ് ചെയ്തിട്ടുള്ള വളരെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സോഷ്യൽ സയൻസിൻ്റെ ഓണം എക്സാമിനേഷന് 6 ചാപ്റ്റേഴ്സുകളാണ് ഉള്ളത്. ഈ 6 ചാപ്റ്റേഴ്സുകളിൽ നിന്ന് കൂടിയിട്ട് നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയിരിക്കണം. എഴുതുന്ന സമയത്ത് എൻ്റെ മക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. എവിടെ നിന്ന് ചോദ്യങ്ങൾ വരുമെന്നതിൽ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനും കാര്യങ്ങളെല്ലാം മക്കൾക്ക് ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുടെ ഇടയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിനെ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കോണ്ടന്റുകളും എല്ലാ ലൈവുകളും നമ്മളിവിടെ തരുന്നതാണ്. കൂടാതെ തന്നെ അസ്ട്രയിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ വേഗം തന്നെ ജോയിൻ ചെയ്തേക്കുക. അവിടെ നിങ്ങൾക്ക് മോഡൽ എക്സാമിനേഷൻ കൂടെ നടത്തിയ ശേഷമായിരിക്കും നിങ്ങളെ ഓണം എക്സാമിനേഷനിലേക്ക് വിടുന്നത്. സോ മോഡൽ എക്സാമിനേഷനോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ ഒന്നുമില്ലാത്തത് ഒരിക്കലും നമ്മുടെ മക്കളെ ബാധിക്കുന്ന ഘടകമാകരുത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സിറ്റുവേഷനുകളും ഞങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്തു തരാം. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് A+ തന്നെ വാങ്ങുക.